ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലെ നല്ലമല്ല കുന്നുകൾക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് മഹാനന്ദി. കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മഹാനന്ദിയിൽ 15 കിലോമീറ്ററിൽ നവനന്ദലു എന്നറിയപ്പെടുന്ന 9 നന്ദി ക്ഷേത്രങ്ങളുണ്ട്. നവനന്ദികളിൽ ഒന്നും അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ മഹാനന്ദീശ്വര സ്വാമി ക്ഷേത്രത്തെ പറ്റിയാണ് ഈ വീഡിയോ. ശ്രീശൈലം വനത്തിൽ കുന്നിൻ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചോളപ്പൊടി ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇവിടെയാണ് ചോളം ഉണക്കാനിടുന്നത്, അതും മെയിൻ റോഡിൽ. അഹോബിലത്തിൽ നിന്നും 70 കിലോമീറ്റർ അകലെയാണ് നന്ദ്യാൽ. വർഷത്തിലേറെ പഴക്കമുള്ള പുരാതന ക്ഷേത്രമാണ് മഹാനന്ദി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും കേന്ദ്രമാണ് മഹാനന്ദി. പത്താം നൂറ്റാണ്ടിൽ നന്ദന്മാർ ഈ പ്രദേശം ഭരിക്കുകയും ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും അവരുടെ പിതൃദേവതയായ നന്ദിയെ ആരാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ പ്രദേശത്തിന് നന്ദ്യാൽ എന്ന് പേര് വന്നത്. മഹാനന്ദി ക്ഷേത്രത്തിന്റെ മുൻപിൽ തന്നെ ശിവന്റെ വാഹനമായ നന്ദി പ്രതിമയാണ് കാണുന്നത്. മഹാനന്ദീശ്വര സ്വാമി ക്ഷേത്രം വിശ്വകർമ്മ ബ്രാഹ്മണ ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ അകത്ത് ഫ്രീ ദർശനവും 50 രൂപ ടിക്കറ്റ് എടുത്തും കയറാം. അകത്ത് കടക്കുമ്പോൾ നിരവധി തൂണുകളുള്ള ഒരു നടപ്പാതയാണ് കാണുന്നത്. ചുറ്റുമുള്ള സ്ഥലങ്ങൾ നല്ല വൃത്തിയോടെ അവർ പരിപാലിക്കുന്നു. അകത്ത് മൊബൈൽ, ക്യാമറ എന്നിവ കൊണ്ടുപോകാൻ അനുവദിക്കത്തില്ല. ഇവിടത്തെ ശിവഭഗവാൻ സ്വയംഭൂ ലിംഗമാണ്. ഭക്തർക്ക് ശിവലിംഗത്തിൽ തൊട്ട് ആരാധിക്കാൻ കഴിയും. അതിന് പ്രത്യേക ടിക്കറ്റ് ഉണ്ട്. ഇതുപോലെ 8 നന്ദീശ്വര ക്ഷേത്രമുണ്ട്. രാവിലെ മുതൽ സൂര്യാസ്തമനത്തിനു മുമ്പ് 9 നന്ദീശ്വര ക്ഷേത്രവും തൊഴുതാൽ മോക്ഷം കിട്ടുമെന്നാണ് വിശ്വാസം. ഈ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞ് ഞങ്ങൾ ശ്രീശൈലത്തേക്കാണ് പോയത്. ശ്രീശൈലത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.